ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അതെ, ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കിടുക്കാച്ചി മോര് കറിയായിട്ടാണ് കേട്ടോ. ഈ മോര് കറി നിങ്ങൾ ഈ ടേസ്റ്റിൽ ഇതേവരെയും കൂട്ടിയിട്ടുണ്ടാവില്ല. അതുപോലെ ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള മോര് കറിയായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറയുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ മോര് കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു 3/4 ലിറ്റർ തൈരാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആ തൈരിനെ ഇവിടെ നന്നായിട്ട് ഉടച്ച് നല്ല പതപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ തൈര് ഇങ്ങനെ തന്നെ നമ്മൾ നന്നായിട്ട് പതപ്പിച്ചെടുക്കണം കേട്ടോ, എന്നാലേ ഈ മോര് കറിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് എൻ്റെ തൈര് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. 3/4 ലിറ്റർ തൈരാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ പതയൊക്കെ വന്ന ആ തൈര് ഇതുപോലെ നല്ല സൂപ്പറായിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ തൈരിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്നും കൂടെ നമുക്ക് നന്നായിട്ട് ഇളക്കി ആ നമ്മുടെ ഉപ്പും തൈരും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് സെറ്റാക്കി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു കൂട്ട് ചേർക്കാനുണ്ട് കേട്ടോ. അതിനകത്തേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10-12 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്, ഒരു 10-13 ക്ലോവ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ 1 ടീസ്പൂണ് ജീരകം, നല്ല ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനെ എല്ലാത്തിനെയും കൂട്ടിയിട്ട് നമുക്കിതിനെ ഒന്ന് ഒതുക്കിയെടുക്കണം കേട്ടോ. അത് മിക്സിയുടെ പൾസ് മോഡിലിട്ട് ഒരു 2-3 കറക്ക് ഇറക്കിയാൽ മതി. ഇതുപോലെ എടുത്താൽ മതി കേട്ടോ, നന്നായിട്ട് അരയണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനിയൊരു ഞാനൊരു ചട്ടിയാണ് അടുപ്പത്ത് വെച്ചേക്കണം. അതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂണിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നപ്പോഴത്തേക്കും 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ കടുകും ഒന്ന് നന്നായിട്ട് പൊട്ടി വന്നപ്പോഴത്തേക്കും അതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂണ് ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഉലുവയും കടുകും എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടി ഇവിടെ റെഡി ആയിട്ട് വന്നപ്പോഴത്തേക്കും അതിനകത്തേക്ക് ഒരു 4-5 പച്ചമുളക് ഞാൻ നടുവേ കീറിയത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിന് നമ്മുടെ കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനെ രണ്ടിനെയും കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് ആ എണ്ണയിലിട്ട് ആ ഉലുവയുടെയും കടുകിൻ്റെയും ഒക്കെ കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ഏകദേശം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഈ സെറ്റായി വന്ന ഇതിൻ്റെ ആ ഒരു കൂട്ടിലേക്ക് നമുക്കിനി ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ ആ മിക്സിയിലിട്ട് അടിച്ചെടുത്ത് വെച്ച ആ ഒരു കൂട്ടുണ്ടല്ലോ, അതും കൂടെ ഇതിനകത്തേക്ക് നമുക്കിപ്പോൾ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിനെ ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം വളരെ ചെറുതായിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ കീപ്പ് ചെയ്യണേ, അല്ലെങ്കിൽ നമ്മുടെ ഈ അരപ്പൊക്കെ കരഞ്ഞു പോയിട്ട് നമ്മുടെ മോരിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ അരപ്പിൻ്റെ എല്ലാ പച്ചമണമൊക്കെ ഇന്ന് മാറി ഇവിടെ റെഡിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇതിനെല്ലാത്തിനെയും കൂടെ ഒന്നും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ തീയ ഏറ്റവും കുറവിൽ തന്നെ വേണം കേട്ടോ വയ്ക്കാനായിട്ട് ഈ സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഈ അരപ്പ് കരിഞ്ഞു പോയി നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറുവേ. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്നും കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ എല്ലാ കൂട്ടും എല്ലാം ഇവിടെ റെഡിയായി മിക്സാക്കി നല്ല സെറ്റായിട്ട് പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ ആ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തൈരുണ്ടല്ലോ, അത് നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ തൈരെല്ലാം ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. തൈരാണ് നമ്മൾ ഒഴിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനെ ആ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്ക് കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുന്നത് വരെ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. നമ്മുടെ ആ ഒരു കൂട്ടും നമ്മുടെ തൈരും എല്ലാം കൂടി ഇതിനകത്തേക്ക് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് നമ്മുടെ മോരുകറി സൂപ്പറായിട്ട് വരാനായിട്ട് ഈ പ്രോസസ്സ് ഇവിടെ അത്യാവശ്യമാണ് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മളിതിന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മോരുകറി ഇവിടെ ഏകദേശം തന്നെ സെറ്റായി വന്നിട്ട് ഇപ്പോൾ ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പറയാതിരിക്കാൻ വല്ല നല്ല സൂപ്പർ ടേസ്റ്റ്. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഈ ഒരു ടേസ്റ്റിൽ ഇതിന് മുമ്പ് മോരുകറി കൂട്ടിയിട്ടുണ്ടാവത്തില്ല കേട്ടോ. അത്ര നല്ല ടേസ്റ്റിലുള്ള ഒരു മോരുകറിയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഏകദേശം ഇവിടെ ചൂടായി വരുന്ന സമയത്തേക്ക് ഇതിനകത്തേക്ക് നമുക്ക് ഒരു നുള്ള് നമ്മുടെ ഒരു കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കായപ്പൊടിയും കൂടെ ഇട്ട് നന്നായി
നന്നായിട്ടൊന്ന് ഇളക്കി ഇതിനെ സെറ്റായിട്ടെടുക്കാം കേട്ടോ. ഇത് നമ്മുടെ ആ സൂപ്പർ മോര് കറി, ഇത് പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതേപോലത്തെ ഒരു ടേസ്റ്റിൽ മോരുകറി നിങ്ങളിത് കഴിച്ചിട്ട് തന്നെ ഇതിൻ്റെ അഭിപ്രായം പറയണം. അത്ര നല്ല സൂപ്പർ മോരുകറിയാണ്. ഇതെല്ലാം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.